പുതിയ സാമ്പത്തിക വർഷം അടുത്തുവരികയാണ്. ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ശമ്പളത്തെ ബാധിച്ചേക്കാവുന്ന പ്രധാന മാറ്റങ്ങളാണ് അതോടൊപ്പം വരുന്നത്. ജീവനക്കാർ കാത്തിരുന്ന ശമ്പള വർധന ഇത്തവണ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം അടുത്തു വരുമ്പോൾ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ശമ്പളത്തെ ബാധിച്ചേക്കാവുന്ന പ്രധാന മാറ്റങ്ങളാണ് അതോടൊപ്പം വരുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ആദായ നികുതി നിയമം 2025 പുതിയ ലേബർ കോഡും പ്രാബല്യത്തിൽ വരും. ഈ മാറ്റങ്ങൾ ശമ്പള സ്ലിപ്പുകളിൽ, പ്രത്യേകിച്ച് അടിസ്ഥാന ശമ്പളത്തിന്റെ അലവൻസുകളുടെയും ഘടനയിൽ ശ്രദ്ധേയമായ വ്യത്യാസങ്ങൾ തന്നെ വരുത്താനുള്ള സാധ്യതയുമുണ്ട്. ഏപ്രിൽ 1 മുതൽ പല ജീവനക്കാരും അവരുടെ ശമ്പള സ്ലിപ്പിൽ വ്യത്യസ്തമായൊരു വിഭജനം കാണാം. ഏറ്റവും വലിയ മാറ്റം അടിസ്ഥാന ശമ്പളവും അലവൻസുകളും തമ്മിലുള്ള ആനുപാതത്തിലായിരിക്കും. പുതിയ ലേബർ കോഡ് നിയമങ്ങൾ പാലിക്കുന്നതിന് കമ്പനികൾക്ക് ശമ്പള ഘടനകൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള CTC അതേപടി തുടരുമെങ്കിലും ശമ്പള ഘടനകളുടെ വിതരണം വളരെ വ്യത്യസ്തമായി തന്നെ കാണപ്പെടും. പുതിയ തൊഴിൽ നിയമപ്രകാരം ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം മൊത്തം ക്ലോസ് ടു കമ്പനി അഥവാ CTCയുടെ കുറഞ്ഞത് 50% കമ്പനികൾ ഉറപ്പാക്കുന്നത്. നിലവിൽ നികുതി ബാധ്യത കുറയ്ക്കുന്നതിനും HRA, യാത്രാ അലവൻസ്, പ്രത്യേക അലവൻസ് തുടങ്ങിയ അലവൻസുകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി പല കമ്പനികളും അടിസ്ഥാന ശമ്പളം താഴ്ന്ന നിലയിൽ നിലനിർത്തുന്നുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ അലവൻസുകൾ മൊത്തം ശമ്പളത്തിന്റെ 70 മുതൽ 80% വരെയാണ്. ഈ രീതി ഇനി മാറും. മൊത്തം അലവൻസുകൾ CTCയുടെ 50%-ൽ കൂടരുത്. തൽഫലമായി തൊഴിലുടമകൾക്ക് അടിസ്ഥാന ശമ്പള ഘടനം വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കാം. പ്രൊവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം വർദ്ധിക്കുകയാണെങ്കിൽ PF-ലേക്കുള്ള നിങ്ങളുടെ സംഭാവനയും വർദ്ധിക്കും. ഇതിനർത്ഥം നിങ്ങളുടെ വിരമിക്കൽ സമ്പാദ്യം കാലക്രമേണ വേഗത്തിൽ വളരുമെന്നാണ്. എന്നിരുന്നാലും ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. ഉയർന്ന PF കിഴിവ് നിങ്ങളുടെ ടേക്ക് ഹോം ശമ്പളത്തെ ചെറുതായെങ്കിലും കുറച്ചേക്കും. യഥാർത്ഥ ആഘാതം നിങ്ങളുടെ നിലവിലുള്ള ശമ്പള ഘടനയെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.